അപ്പൊ ഫസ്റ്റ് മിത്തേട്ടനെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേച്ചി. കാരണം മുടിയൊക്കെ കളർ കാണുമ്പോ ഒരു കുട്ടി ചെക്കനെ പോലെ ഇല്ലേ, വിചാരിച്ച പോലെ അല്ല. ഭയങ്കര എന്താ പറയാ ബുദ്ധി കൂടുതലാ. ഒരു പ്രാവശ്യം പോത്തുംകാല എന്തോ ട്രൈ ചെയ്ത് പോത്തുംകാല ഉണ്ടാക്കി. അയ്യോ ചേച്ചി 3 ദിവസം ഞാൻ പുറത്താകാണ്ടത് എന്നതേ ഓർമ്മയുള്ളൂ. ഒരു അരമണിക്കൂറിൽ അതിന്റെ റിസൾട്ട് വന്നേന്. അച്ഛൻ ആ പരിസരത്ത് കണ്ടിട്ടില്ല. ആനീസ് കിച്ചൺ വന്ന ആ നേരം തൊട്ട് ഈ സമയം വരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഇരുന്നിട്ട് ആ സമയം പോയത് അറിഞ്ഞേയില്ല. എന്താ രസം അറിയാം. നല്ല രസമുണ്ട് ചേച്ചി. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞേക്ക് എന്ത് രസമല്ലേ. ആനി ചേച്ചി എന്നെ പറ്റി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങ് പൊക്കി പറഞ്ഞു. ചേച്ചി ഇപ്പൊ ചോദിക്കാൻ എനിക്ക് കുക്ക് ചെയ്ത് തരാറുണ്ടോ, ടേസ്റ്റ് ഉണ്ടാവാറുണ്ടോ? നമുക്കൊരു ഡീലിലെത്താം. നീ എന്നെ കുറിച്ച് കുറ്റങ്ങളൊന്നും പറയണം. കുറ്റം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഭയങ്കര മെന്റർ ആണെന്നൊക്കെ പറഞ്ഞില്ലേ. അതെനിക്ക് ഇഷ്ടമായി. ചേച്ചി വരുന്നുണ്ട് എന്റെ അടുക്കളേ. വലിയ ദൂരമൊന്നുമില്ല. എന്റെ പേരിടക്കിടക്കൂടെ വരുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ഇല്ലാത്ത സമയത്ത്. എന്റെ അടുത്ത് പറയാ ആനി ചേച്ചി എന്ത് ചോദിച്ചാലും എന്നാ എന്നെ കൊണ്ട് ഇനി പൊക്കി പറയണം. ഇത്ര നേരം പറഞ്ഞോ? അല്ല ഇത്ര നേരം പറഞ്ഞ പൊക്കിട്ട് തന്നെയാണ്. പക്ഷേ പറയോ? അല്ല ഞാൻ ആലോചിക്കരുത്. നേരത്തെ പോയപ്പോഴും നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഫുഡ് അല്ല ഞാൻ പറഞ്ഞ എന്താ അറിയോ, ചേച്ചിനെ കാണാൻ എന്ത് സുന്ദരിയാണ്. അതേപോലെയൊക്കെ നടന്നാ പോലെ. പക്ഷേ അത് സത്യ ചേച്ചി ഭയങ്കര ഒരേപോലെ. ഞാൻ പറഞ്ഞേ ഇതെന്തോ ചേച്ചി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. കുൽച്ച ഗാജർ കുൽച്ച. കാരണം എനിക്ക് വേറെ അറിയാം. താങ്ക് യു ചേച്ചി. ഞാൻ ഫസ്റ്റ് ഒരെണ്ണം വിളമ്പിയതേ ഉള്ളൂ. ചേച്ചി കഴിക്കില്ലേ? ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാറില്ലേ. നെക്സ്റ്റ് ടൈം ഇത് തന്നെ എക്സ്ക്യൂസ്. ചേച്ചി ഞാൻ ഉണ്ടാക്കി തരട്ടെ ചേച്ചിക്ക്? എന്നാ ഉണ്ടാക്കി തരും? ഓംലെറ്റ്. ഞാൻ പരിപ്പേ ഇല്ല ഇവിടെ. ഞാൻ നിർത്തി. നിർത്തി മുടി വളരാൻ സംരക്ഷിക്കാൻ ഇത്രയും നല്ലൊരു സാധനം എന്നെ കാണുന്നില്ല. എനിക്ക് വേണ്ട. ഈ ഉള്ളതൊക്കെ വെച്ച് ഞാൻ മുന്നോട്ട് പോകും. പരിപ്പ് കഴിക്കാത്തോണ്ട് ചേച്ചി ഇങ്ങനെ പറയുന്നു. വേണ്ട വേണ്ട, ഞാൻ വീട്ടിൽ വരാം കേട്ടോ ദിവസം. വീട്ടിൽ വന്ന അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി. മിറിന്റെ അമ്മ നല്ല ഭക്ഷണം ഉണ്ടാക്കും. പരിപ്പ് വേണ്ട. ഇല്ല അമ്മ മിത്തോട്ടിന്റെ അമ്മ വെജിറ്റേറിയനാ, പക്ഷെ എല്ലാം നോൺ വെജ് ഉണ്ടാക്കും. അതിന്റെ ടേസ്റ്റർ ആരാന്നറിയോ? ഞാൻ. സത്യ ചേച്ചി ഞാൻ പറഞ്ഞു ഓക്കെ പറയാനും അമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല, അറിയോ? അമ്മ ഭയങ്കര പാവ ചേച്ചി. ഞാൻ അമ്മേനെ വീഡിയോ കണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ഭക്ഷണം വാരി തരുന്നതും. ബിക്കോസ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. കാരണം എത്രയായാലും മദർ ലോ ആണ്. ശരിക്കും മോളെ പോലെ സ്നേഹിക്കുന്ന കണ്ടപ്പം ഭയങ്കര കൊതി തോന്നി. എന്റെ അമ്മ എനിക്ക് വാരി തരില്ല. അമ്മ രാവിലെ അമ്മായിയമ്മയാണ് വഷളാക്കുന്നത്. അമ്മായിയമ്മ എനിക്ക് രാവിലെ എണീറ്റ് എല്ലാം ചെയ്ത്. മിറിന്റെ അമ്മേനോട് ചോദിക്കാം വാരിത്തരാന്നൊക്കെ. അമ്മ പറയും ആ പോടാ അങ്ങോട്ട് തിന്നോളൂ എന്ന് പറയും. അങ്ങ് തിന്നോളൂ. ഭാഷ നല്ല രസമാണ് കേൾക്കാന്. ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ. അമ്മനോട് അമ്മ എനിക്കൊന്ന് വാരി തരുമോ? ചേച്ചി തിന്നാൻ വിടില്ലല്ലേ? ഞാൻ ഇങ്ങനെ വെക്കാൻ പോയിരുന്നു. ചോദിച്ചില്ലല്ലോ, ഞാൻ ചോദിച്ചില്ല. ഞാൻ അവിടെ ചോദിച്ചത്. ആരും പറഞ്ഞു ഉത്തരം പറയാൻ ഇങ്ങോട്ട്? അടിപൊളി ചേച്ചി, സൂപ്പർ. നല്ല അടിപൊളി. ഇല്ല ഇറക്കിയിട്ടില്ല. ഫ്ലേവർ വന്നല്ലോ. കറി അടിപൊളി. എന്നാ കറി? ഇത് നമ്മുടെ രേഷ്മി കബാബ് അല്ലേ, കേട്ടിട്ടുണ്ട്? അതിന്റെ ഒരു കറിയാക്കി എടുത്തത്. കബാബ് അല്ല, അതിനെ കറിയാക്കി എടുത്തു. എല്ലാവർക്കും ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു ഫാമിലി ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ കബാബ് ഉണ്ടാക്കിയ ഒരു ലിമിറ്റ് കാണത്തില്ലേ? കറിയാകുമ്പോ എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പൊ അതിനെ കറിയാക്കി എടുത്തു. ഞാനിത് വീട്ടിൽ പോയി ട്രൈ ചെയ്യും. ഉണ്ടാക്കിട്ട് എന്നെ വിളിച്ച് പറയണം. പരിപ്പ് കറിയുന്ന ഒരു വ്യത്യാസം ഞാനായിട്ട് സംഭവിച്ചെങ്കിൽ സംഭവിക്കട്ടെ. ഇടയ്ക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യും. ഒരു പ്രാവശ്യം പോത്തുംകാല എന്തോ ട്രൈ ചെയ്ത് പോത്തുംകാല ഉണ്ടാക്കി. നല്ലായിരുന്നോ? അയ്യോ ചേച്ചി 3 ദിവസം ഞാൻ പുറത്താകാണ്ടത്. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും എക്സ്പ്രഷൻ അത് ഉണ്ടാക്കാൻ എത്ര ടൈം എടുത്തു അറിയോ? ഒരു 4 മണിക്കൂർ. കാരണം നന്നായിട്ട് വേവണ്ടേ ചേച്ചി. ഭാര്യ ഉണ്ടാക്കുമ്പോഴൊരു സന്തോഷം. ഭാര്യ പരിപ്പൊന്നും മാറി പോത്തങ്കാലം ഉണ്ടാക്കാൻ. മെറീന്റെ അമ്മ പറയുന്നുണ്ട് മോനെ ഇനി ചോറ് തിന്നു, ഓളുണ്ടാക്കിയിട്ട് ഇനി കഴിക്കാനൊന്നും പോകുന്നില്ല. എന്നാലും കാത്തുനിന്നു ആ ഒരു സന്തോഷം കാണണ്ടേ. ഭാര്യ ഇങ്ങനെ വെച്ചുകൊണ്ട് നോക്കിയിട്ട് അടിയാ സൂപ്പർ അടി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മണമൊക്കെ
തിന്നതേ ഓർമ്മയുള്ളൂ. ഒരു അരമണിക്കൂറിൽ അതിന്റെ റിസൾട്ട് വന്നേന്. ചേട്ടാ അച്ഛൻ ആ പരിസരത്ത് ഇതിനെ കണ്ടിട്ടില്ല. സത്യം കേട്ടോ. ഇതൊന്നും കട്ടാക്കിയേക്കരുത്, ഇത് സത്യ. എന്താന്നറിയോ, പുള്ളിയുടെ ആവശ്യം ഈ ഒന്ന് പരിപ്പാറി മാറിയിട്ട് വേറെന്തോ കഴിക്കും. എന്നിട്ട് മിരിയുടെ അമ്മ പറഞ്ഞു, മോനെ പോകുമ്പോല്ലേ ഇത് ബാക്കി ഇന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോന്ന്. ആള് ഓടിയതാ ഞാൻ. 10 മിനിറ്റ് ദൂരല്ലേ ഉള്ളൂ. ദൈവങ്ങളെ വിളിച്ചിട്ട് ഓടി ഞാൻ. പിന്നെ ക്ഷീണം തീർന്നിത്. അതിനുശേഷം ഞാൻ ഒന്നും പറയില്ല, സ്പെഷ്യൽ ഉണ്ടാക്കണം ഞാൻ പറയില്ല. അമ്മ രാവിലെ വരും റൂമില്. എന്റെ അമ്മ വരും. അമ്മ രാവിലെ വന്നിട്ട് മോളെ ഇന്നെന്നെ ഉണ്ടാക്കണ്ടേ, എല്ലാം മോളോട് ചോദിച്ചിട്ട് ഉണ്ടാക്കുള്ളൂ. എനിക്ക് ദേഷ്യം പിടിക്കും ചില സമയത്ത്. കാരണം എനിക്ക് അധികം ഭയങ്കര ഫുഡിൽ അത്ര ഇഷ്ടമല്ല. കുറച്ചായാലും നോർമലായിട്ട് ഉണ്ടാക്കും. മോളെ ഇന്ന് മീൻ മേടിക്കട്ടെ മോളെ, 50 രൂപ 50 രൂപ മത്തി മേടിച്ചിട്ട് വരാൻ പറയും. മത്തി മേടിച്ചത് മോളെ പുളി മുളക് ഇടണോ അല്ലെങ്കിൽ കറി വെക്കണോ? ഇതൊക്കെ ഞാൻ ചിലപ്പോൾ ഈ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 2 മണിയൊക്കെ ആവും ചില സമയങ്ങളാണ്. അപ്പോൾ രാവിലെ വന്നിട്ട് ഈ പുളീൻ്റെയും മുളകിൻ്റെയും മത്തീൻ്റെയും ഒക്കെ കഥ ഞാൻ രാവിലെ ഞാൻ അമ്മ എന്തെങ്കിലും നല്ലൊരു കാര്യം പറയും, ഒരു പോസിറ്റീവായിട്ട് എണീക്കട്ടെ രാവിലെ. മോളെ പാലിൻ്റെ പൈസ കൊടുത്തിട്ടല്ലോ മോളെ, രാഘവേട്ടൻ്റെ പാലിൻ്റെ പൈസ കൊടുക്കണമല്ലോ. അത് പിന്നെ കുറച്ച് ഞാൻ ഒരു സ്പൂണിലെടുത്തിട്ട് മോളെ പുളി നോക്കിയാണോ നോക്കിയേ. ഇതല്ലേ ഒരു മണി വരെ അത് കഴിഞ്ഞു. മോളെ പപ്പട അത്ര ഉണ്ടോ മോളെ, ഇതന്നെ. അത് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ അമ്മേനെ കൊണ്ട് നിങ്ങൾ ട്രോളുന്നത് ഇത് നമുക്കൊരു മനസ്സിന് സമാധാനമല്ലേ. അത് കഴിഞ്ഞാലും തീരൂല. വൈകുന്നേരം മോളെ പാല് മേടിക്കാൻ, രാവിലെ പാല് കുപ്പിയിൽ കൊണ്ടുവരുന്നത്, വൈകുന്നേരം അമ്മക്ക് പീടികയിൽ പോയിട്ട് ഒരു 5-6 പാക്കറ്റ് പാല് മേടിച്ചില്ല നമുക്ക് സമാധാനം ഉണ്ടാവില്ല. മോളെ പാല് മേടിക്കാൻ പോട്ടെ, പാലിൻ്റെ കൂടെ നമ്മളെ കടി വേണ്ടേ, കായ് പൊരിച്ച് വേണോ കേങ്ങ് പൊരിച്ച് വേണോ, കോഴിക്കാല് മതിയോ? ഇത് രാത്രി 7 മണി വരെ ചേച്ചിക്ക് വീട്ടിൽ വന്ന് ഇത് കേൾക്കാം. എന്ത് വേണം, അത് വേണോ, ഇത് വേണം, പുളി വേണോ, മുളക് വേണോ. ശരിക്കും മേത്തിന്റെ വീട്ടില് ഒരാൾ ആൺകുട്ടികളാ മൊത്തം, അത് അനിയത്തിയുണ്ട്, ചേട്ടനുണ്ട്, ഒരു അനിയത്തിയുണ്ട്. പക്ഷെ അവരൊക്കെ വേറെ വേറെ. അല്ല ഞാൻ ചേച്ചി മോളെ ഇത്ര സ്നേഹിക്കുന്നത് എനിക്കൊന്ന് ചില അമ്മമാർക്ക് ആൺകുട്ടികൾ മാത്രമാകുമ്പോ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും ഒത്തിരി സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മോളുമായിട്ടുള്ള ഒരു എന്താ പറയാ, അവര് ഭയങ്കര സ്നേഹം അങ്ങോട്ട്. അത് കഴിഞ്ഞു വന്ന നമ്മളാണ്. അമ്മക്കിപ്പോ എന്നെ ഒരു വിലയില്ല. അല്ല അത് നല്ല കാര്യം, അത് ശരിക്കും ഞാൻ പ്ലസ് ആയിട്ടേ പറയത്തുള്ളൂ, അതൊക്കെ ഒരു മൈനസ് അല്ല. കാര്യം വന്നു കയറുന്ന കുട്ടിയോട് സ്നേഹം, ഇഷ്ടം അതൊക്കെ വരിക എന്ന് പറയുന്നത് മോളുടെ ഇത് തന്നെയാണ്. അത് അവളെ അപ്രിഷ്യേറ്റ് ചെയ്യണം ശരിക്കും. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേടിയാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ചിലർക്ക് ഇങ്ങനെ ക്യാമറ ഒക്കെ വരുമ്പോഴത്തേക്ക് അതെന്താ കാരണം എന്ന് അറിയോ, മിരി പറയും. ഇപ്പൊ ഇവിടെ തന്നെ വരുമ്പം ഞാൻ പറഞ്ഞു, എടി ആനീച്ച് നല്ല ഒന്ന് വർത്താനെല്ലാം പറയും, നമുക്ക് ഒരു പേടിയും വേണ്ട, നമ്മൾ പോയിട്ട് ഇങ്ങനെ ഇരുന്നാ ചേച്ചി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, നമുക്ക് ഇങ്ങനെ തിന്നാന്ന് അല്ലേ, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ മിത്തുവേട്ടാ അങ്ങനെയല്ല, ആനീച്ചി കുറെ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് പേടിയാണ്, അവരുടെ മുമ്പിൽ എങ്ങനെ ഇരിക്കുക, ചേച്ചിയെ സിനിമയിലൊക്കെ കണ്ടില്ല നേരിട്ട് തന്നെ, എനിക്ക് ടെൻഷൻ, മുകളിലിരിക്കും എനിക്ക് ടെൻഷനാണ്. അപ്പൊ ഇത് കേട്ടിട്ട് എൻ്റെ മൈൻഡിൽ ആ ബ്ലോക്ക് ആവും, ടെൻഷൻ. അപ്പൊ ഞാൻ അയ്യോ ഇവിടെ അവിടെ ടെൻഷൻ ആയിക്കോ, എങ്ങനെ ചെയ്യാം. ഇവിടെ എല്ലാ പ്രോഗ്രാമിലും പോകുമ്പം മിരി അങ്ങ് അടിച്ചങ്ങ് കസറും, നമ്മളെ ടെൻഷനാക്കി പരിപ്പാക്കിയിട്ട് അടി ഇരുത്തിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ചേട്ടാ കുറച്ചൊന്ന് ആക്റ്റീവ്, ചേട്ടൻ ഭയങ്കര ഡള്ളായിപ്പോയി, മുഖം കാണുന്നുണ്ടോ, ഒന്ന് ഉഷാറാണ്. സത്യം പറഞ്ഞു, ഇതാണ് സത്യം. ഇങ്ങനെ ഉണ്ടാവാം. അപ്പൊ ഞാൻ ഈ മൂവിന്റെ ഓപ്ഷനൊക്കെ വരുമ്പോ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് മെറിക്ക് എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്നാണ്. ചെയ്യുന്നില്ലേ? ഞാൻ ചെയ്യാറുണ്ട്. പിന്നെന്താ മുന്നേ മെറീനെ ബിഗ് സ്ക്രീനിൽ കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ അവക്ക് നല്ലോണം ചെയ്യാൻ പറ്റും, എന്നെക്കാളും ബെറ്റർ. ഇഷ്ടമാണ് നമുക്ക് ഫിലിമിലൊക്കെ ചെയ്യാനായിട്ട്, അഭിനയിക്കാനൊക്കെ ഇഷ്ടം. അപ്പൊ ഓഫർ വന്നാൽ ചെയ്യാം. ചേച്ചി എനിക്ക് ഓഫർ തരാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇറങ്ങിയ എല്ലാ മിക്ക വീഡിയോസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ, കാര്യം ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കാണാറുണ്ട്. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് ഏതാ, അത് ഏറ്റവും കൂടുതൽ വൈറലായത്? നമ്മള് ഓൺ വോയിസ് ചെയ്ത് ഏറ്റവും കൂടുതൽ വൈറലായത് നമ്മൾ യൂണി ടേസ്റ്റ് പാലപ്പത്തിന്റെ ഒരു മിക്സ് നമ്മള് ബ്രാൻഡ് കൊളാബ് ഇപ്പൊ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ ചെയ്യുന്നത്, അത് നമ്മൾ ചെയ്തിരുന്നു ഓൺ വോയിസിൽ. ഒരു അച്ചായനും അച്ചായത്തെ അത് കണ്ടിട്ട്
ചേച്ചി അടുത്ത പ്രാവശ്യം വന്ന ആദ്യം നമ്മളെ തല്ലും. അച്ചായനും അച്ചായത്തിയായിട്ട് നമ്മൾ അതിൽ പറഞ്ഞത് മൊത്തം കണ്ണൂർ ഭാഷ നമ്മൾ നിങ്ങൾ ഓറ് വന്ന് ബേക്കപ്പുറത്ത് കൂടെ അതൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പൊ അതിനകത്ത് ഇത് ഏത് ഒരു ഭാഷ അത് കേൾക്കാൻ രസമായിരിക്കും അല്ലേ? അതുകൊണ്ടാണല്ലോ അത് ഗെറ്റപ്പ് മുഴുവൻ അച്ചായനും അച്ചായത്തിന്റെ അത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ വായ ഇട്ടിട്ടായിരുന്നു. പക്ഷെ അത് നല്ല വൈറലായി. നമ്മള് മലയാളം നമ്മള് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പൊ ഒരു റീസെന്റ് ഒരു എനിക്കൊന്നൊരു 30 മില്യൺ എന്തോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ കിച്ചണില് നമ്മള് ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അത് ഭയങ്കര നെഗറ്റീവ് ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ഓംലെറ്റിന്റെ കഥ എവിടെയോ വന്നു പോലെ ഒരു വേർഡ്. അത് ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി തരാം അതുപോലെ വല്ലോ. അല്ലല്ല, അത് ആക്ച്വലി നമ്മള് ഒരു കല്യാണത്തിന് പോയിട്ട് വീട്ടിലെത്തിയതാ. അപ്പൊ അമ്മ പറഞ്ഞു ഒരു മുട്ട 2 മുട്ട എടുത്തിട്ട് അമ്മ സൈഡിൽ വെച്ച്. ഞാൻ എന്താ അമ്മ പറഞ്ഞു അത് കേടായ മുട്ടയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ വീഡിയോ ഉണ്ടാക്കാം. അപ്പൊ അമ്മ ഐഡിയ വന്നു കേടാ എന്തായാലും ചാടാൻ പോലെ എന്നൊരു കണ്ടന്റ് ചാടാന്ന് വെച്ചാൽ ചേച്ചിക്ക് അറിയോ? കളയാ ചാടുക അല്ലേ? ഞങ്ങളുടെ ഇവിടെ ചാടുക എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് ഹോസ്റ്റലിൽ, ഞാൻ ബാംഗ്ലൂർ ഹോസ്റ്റലിൽ നിന്നപ്പം കുറെ ആൾക്കാർ സൗത്തിലെ ആൾക്കാരായിരുന്നു. അപ്പൊ അവിടെ കുറെ ചേച്ചിമാര്, ഞാൻ പറയും ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ചാടിയിട്ട് വാന്ന് പറയും. ചേച്ചിമാരുണ്ട് ചാടിച്ചിട്ട് പ്ലേറ്റ് എടുത്ത് ചാടിച്ചാടി. ഞാൻ നീ അല്ലേ ചാടാൻ പറഞ്ഞത്. ഒത്തിരി വാക്കുകൾ വ്യത്യാസമുണ്ടല്ലേ? നമ്മളിപ്പം പറയുന്ന ഭാഷ കുറച്ച് നമ്മളിപ്പോ യാത്രയൊക്കെ ചെയ്ത് ബാംഗ്ലൂരൊക്കെ നിന്നുകൊണ്ട് കുറച്ച് മാറ്റം ഉണ്ടാവും. പക്ഷെ അമ്മയൊക്കെ പറയുന്ന അമ്മ എന്ന് പറഞ്ഞ ചിലർക്കൊന്നും മനസ്സിലാവില്ല. അമ്മ സ്വതവേ ഭയങ്കര സ്ലോല വർത്താനം പറയാം. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കുറച്ചുകൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ നിങ്ങൾ പറയുന്നത് കുറച്ചുകൂടെ മനസ്സിലാവുന്നല്ലേ പറയുന്നത്? അപ്പൊ അമ്മയൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു വാക്ക് ഒരു വരി തന്നെയല്ലോ എന്ന് പറഞ്ഞ് അമ്മ മൊത്തം കണ്ണൂർ ഭാഷയിൽ പറയുമ്പോൾ ഒന്നും തിരിയൂല നമുക്ക്. ഇപ്പൊ ചേച്ചി എന്നാ ഇന്ന് രാവിലെ ഉണ്ടാക്കിയേ, രാവിലെ എന്നാ വീട്ടിൽ ഉണ്ടാക്കിയേ ഇഡ്ലി നല്ലോണം വെന്തിനാ ചേച്ചി ഭക്ഷണമൊക്കെ തന്നു. പക്ഷെ ചേച്ചി നമുക്ക് തന്നറ് തന്നിച്ചില്ലല്ലോ. തന്നറല്ലേ ഇവിടെ ഇരിക്കുന്നത്? തന്നറല്ലേ ജ്യൂസാ? ചേച്ചി വേഗം പോയിട്ട് ബേക്കുന്നത് ബയ്യപ്പുറത്തോട്ട് ഒരു കുറച്ച് തന്നർ എടുത്തിട്ട് തന്നറ് കുടിച്ചാലും വേഗം പോയിട്ട് ബയ്യപ്പുറത്തോട്ട് കുറച്ച് പുറകിലൂടെ ബേക്കപ്പുറത്തൂടെ അല്ല ബാക്ക് പുറത്തോട്ട് നമ്മളെ ഭാഷ എന്തിനു പറയാ നമ്മള് കിച്ചൺ ബാക്ക് സൈഡ് കൂടെ കിച്ചൺ സൈഡ് മറ്റേ വാക്കെന്താ പറഞ്ഞ തന്നറോ ചേച്ചി എന്താ പറഞ്ഞു? ബയ്യപ്പുറത്തൂടെ ബയ്യപ്പുറത്തൂടെ പോയിട്ട് തന്നർ എടുത്തിട്ട് ബരി തന്നർ വെള്ളം തന്നർ എന്ന് പറയും നമ്മള്. അയ്യോ ചേച്ചി വണ്ണാമ്പല എന്ന് വെച്ചാൽ എന്താന്നറിയോ? ചൂലി ചെലന്തി വല, അതിന് നമ്മള് വണ്ണാമ്പല എന്ന് പറയും. വണ്ണാമ്പലയോ? വണ്ണാമ്പല വണ്ണാമ്പല വണ്ണാൻ വല, അപ്പം ബലാന്ന് ആക്കുന്നു. ഇത് ഞാൻ 2 ദിവസം ഞാൻ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കുള്ളൂ. പിന്നെ മാച്ചില് അറിയായിരിക്കുമല്ലോ. മാച്ചിലെന്ന് വെച്ചാൽ അറിയോ ചേച്ചി? ഇല്ല. ചൂല് ചൂല് ചൂലിനോ? ഞാൻ കാച്ചിലെന്ന് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ല. ഞാൻ ചേച്ചി ഇനി ഇതുപോലെ പുഴുകി തിന്നുന്ന സാധനമാണോ തമ്പുരാ? പിന്നെ ഇതേപോലത്തെ വല്ല ഭാഷ മനസ്സിലാവില്ല. മനസ്സിലാവില്ല കേട്ടോ. ഇതൊക്കെ വേറെ നമ്മള് മലയാളത്തിന്റെ അല്ല, വേറെ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. പക്ഷെ അത് കേൾക്കാൻ ഭയങ്കര രസമാണ് ചേച്ചി. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഒട്ടും ജാടയില്ലാത്ത ഒരു സ്ലാങ് ആണ് നമ്മുടെ കണ്ണൂർ സ്ലാങ്. അല്ല ചില അച്ചടി ഭാഷയൊക്കെ പറയുമ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭാഷ ആക്ച്വലി ഭയങ്കര ഞാനൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ആൾക്കൂട്ടത്തിലൊക്കെ പോയിട്ട് നമ്മളിപ്പം ഞാൻ പോയിരുന്നു വന്നിരുന്നു നീ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അങ്ങനെ പറ്റില്ല. അതാകുമ്പോ ഒരു ജാട ഭാഷയില്ലേ? നമ്മളെ കണ്ണൂർ ഭാഷയിൽ നമ്മളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമുണ്ടാവില്ല. സത്യം, അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ പോളിഷ്ഡ് ആയിട്ട് പോയി ഒരു പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെയും നമുക്ക് പരിമിതികളില്ലേ. ചിലടത്ത് ചെന്നിട്ട് അങ്ങനെ പോളിഷ്ഡ് ആയിട്ട് വർത്താനം പറയേണ്ട സ്ഥലങ്ങളുണ്ട്, അല്ലാത്ത സ്ഥലത്ത്. അല്ലെ ഇപ്പൊ ഇവിടെ ഇരുന്നോണ്ട് ഞാൻ ചോദിച്ചു
പൊളി കഴിച്ചു പറ്റിയല്ല. ഇവിടെ നമ്മൾ ഓപ്പൺ ആവാനേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയൊരു സദസ് ഇരിക്കുന്നിടത്ത് പോയി ചേർന്ന് എന്താ പറയാ മിനിസ്റ്റേഴ്സ് ഒക്കെ ഇരിക്കുന്നിടത്ത് നമുക്ക് ഇതുപോലെ വർത്താനം പറയാനൊക്കത്തില്ല. അവിടെ നമ്മൾ ഒത്തിരി ഇതാക്കിയല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ നേരത്തെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. എല്ലാ മനുഷ്യരും അവനവന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാ വർത്താനം പറയുന്നത്. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് കണ്ണൂർ ഭാഷയ്ക്ക് ഒരു ജാടയില്ല. കണ്ണൂർ ഭാഷയ്ക്ക് ജാടയില്ല, തൃശ്ശൂർ ഭാഷയ്ക്കും ജാടയില്ല, കോട്ടയം ഭാഷയ്ക്കും ജാടയില്ല, ജാടയില്ല, എറണാകുളം ഭാഷയ്ക്കും ജാടയില്ല, ആർക്കും ജാടയില്ല. കണ്ണൂർ ഭാഷയ്ക്ക് ഒരു പ്രത്യേകത അന്നല്ലേ. എന്നാ ബാക്കി ഭാഷയ്ക്കൊക്കെ ഞങ്ങൾക്ക് അത് ഓരോരോ നാട്ടുകാർക്കും ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ ആ ഭാഷ കേൾക്കാനായിട്ട് നല്ല രസമാണ്. എന്നാന്ന് വെച്ചാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ എന്നാലും ആടേന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോ ഉണ്ടല്ലോ കേൾക്കാൻ നല്ലൊരു കൗതുകവും ഋതമുണ്ട് അതിന് സംസാരിക്കുമ്പോ അല്ലെ. ശരിക്കും നിങ്ങള് ഈ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോ തന്നെ മേരി കുറെ പ്രാവശ്യം നെച്ചിന്റെ അടുത്ത് ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടില് വഴക്കുണ്ടാക്കുമോ? ഞാൻ ഉണ്ടാക്കില്ല ചേച്ചി. നേരത്തെ പറഞ്ഞ പോലെ ഒരു മതിലിനോട് സംസാരിക്കുന്ന പോലെ ആയതുകൊണ്ട് മേരി നിൽക്കും. ഇതോട് ദേഷ്യപ്പെടുകയില്ല. എല്ലാരും പറയില്ല രണ്ട് കൈ മുട്ടിയാലേ പഠിപ്പിച്ച അമ്മ എന്റെ കൂടെയാ. ഇവള് എത്ര അടി ഉണ്ടാക്കിയാലും അമ്മ വന്നിട്ട് ഞാൻ ചീത്ത പറയാ. എന്താ പറയാ ചീത്ത പറയുന്നത്? കൂട്ടം കൂടുക. കൂട്ടം കൂടുക. ഓക്കെ, ഒത്തിരി വാക്കുകളുണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ പഠിക്കാനായിട്ട്. ഓക്കെ, അതെന്തായാലും എനിക്ക് ഭയങ്കര. പക്ഷെ നിങ്ങളുടെ കെമിസ്ട്രി ഭയങ്കര നല്ലതാണ്, നല്ല രസമാണ്. ഈ ഓരോ എന്താ പറയാ ഈ വ്ളോഗ്സ് വരുമ്പോഴും ഒക്കെ അതിനകത്ത് നല്ല അസല പെർഫോമൻസ്. അയ്യോ മോൻ ചീത്ത പക്ഷെ എന്നാലും എക്സ്പ്രഷൻ വൈസ് എനിക്കൊന്ന് വലിയ കണ്ണ് ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല എക്സ്പ്രഷൻ വൈസ് നല്ലതാണ്. എന്നെ സെലക്ട് ചെയ്ത് വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ കുരുട്ടുബുദ്ധി. ഈ വലിയ കണ്ണ് ഒന്ന് മോയിപ്പിച്ചാൽ മതി. പേടിച്ചു പോ നമ്മള്. ഞാൻ ട്രാൻസ്ലേറ്ററാ ചേച്ചിന്റെ കണ്ണൂർ ഭാഷന്റെ. എന്താ പറഞ്ഞേ? മുഴിപ്പിക്കുക. അതല്ല, അത് മനസ്സിലാവും. തുറച്ചു നോക്കാന്നല്ലേ കാരണം ഇങ്ങനെ അത് മനസ്സിലാവും. ആ ചില ഭാഷ ഇപ്പൊ ഈ പറഞ്ഞില്ല ഒരു ഒറ്റ സെന്റൻസ് ചേച്ചി ബാക്കിൽ കൂടെ പോയിട്ട് എടുത്തിട്ട് പറഞ്ഞ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ ചേച്ചി ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോ കൊറേ സ്ഥലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഈ മിക്സ് ആയി ഇപ്പൊ സ്ലാങ് ഒക്കെ. ഇപ്പോഴാണ് ഇപ്പൊ നാട്ടിൽ നമ്മളൊരു 3 വർഷമായി നിൽക്കുക. അപ്പോഴാണ് ഈ കണ്ണൂർ ഭാഷ ശരിക്കും ഉള്ളിൽ കയറി വന്നത്. അല്ലെങ്കിൽ പുറത്തായിരുന്നപ്പം ആൾക്കാർ അത് മാറും, കംപ്ലീറ്റ്ലി മാറും. മാത്രമല്ല കുറെ ആൾക്കാർ നമ്മൾ രണ്ടുപേരുടെയും സംസാരം കേട്ട് നിങ്ങൾ കൊഞ്ഞിച്ച് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മലയാളം അറിയില്ലേ അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. നമ്മള് വളർന്നു ശീലിക്കുന്ന ഒരു ഭാഷയല്ലേ അത്. ഓക്കെ, പിന്നെ ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുവരാത്ത. അയ്യോ ചേച്ചി, കൊച്ചിനെ കൊണ്ടുവന്ന ചേച്ചിന്റെ കിച്ചൺ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ആ സാരമില്ല, ഞാൻ അതുകൊണ്ടല്ലേ സാധനങ്ങൾ ഒറ്റ താഴെ വെച്ചിട്ടുണ്ടോ നോക്കിയേ. കൊച്ചെങ്ങാനും വന്നാൽ എടുത്ത് എറിയാതിരിക്കാൻ വേണ്ടി എല്ലാ സാധനവും ഞാൻ മേടി വെച്ചേക്കുമായിരുന്നു. ചേച്ചി നല്ല കുസൃതിയായിട്ടുണ്ട്, നല്ല ചട്ടമ്പിയാ. ഓ ഇതന്നെ പോലെ അല്ല, എന്നെ ഒന്നര വയസ്സായി. ഓക്കെ, അത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? അവനെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്, അത് ഞാൻ കണ്ടു. ഒരു ദിവസം ഒരു വീഡിയോയിൽ എങ്ങാണ്ട് കൊച്ചിനെ എടുത്ത് വെച്ചേച്ച് അങ്ങ് നടക്കുന്നത് കണ്ടു, പിണങ്ങി പോകുന്നത് അല്ലേ, ഓടി പോകുന്നത് ഡ്രാമക്ക്. അത് നല്ല രസമുണ്ട് കേട്ടോ, ചെയ്യാൻ അസലായിട്ട് അറിയാം. ഓഫർ വന്നാൽ ഒട്ടും വിടണ്ട, ചെയ്തോളൂ. ഞാനല്ല, വെളിയിൽ ഓഫർ വന്നാൽ ഒട്ടും വിടണ്ട. എന്തായാലും എന്റെ ആനീസ് കിച്ചണിൽ കൂടെ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ മൂക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തായാലും ഓഫേഴ്സ് വരുമല്ലോ ഉറപ്പാ. മോൻ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കൊറേ മാറ്റമുണ്ട് ചേച്ചി. മിത്തേട്ടൻ പണ്ടും നന്നായിട്ട് ഉറങ്ങും, ഇപ്പോഴും നന്നായിട്ട് ഉറങ്ങും. മാറ്റൊന്നുമില്ല ചേച്ചി, സത്യം പറഞ്ഞല്ലേ, ഇത് വെറുതെ പറയുന്നതാ. ഇവള് കറക്റ്റായിട്ട് ഉറങ്ങും. ഇല്ല, എനിക്ക് ചെറിയ ഒച്ച കേട്ടാ ഞാൻ എപ്പോ എണീക്കും. അപ്പൊ മിലിയോ രാത്രിയായിട്ട് ഉറങ്ങുന്നുണ്ടെ ഇവള് ഇങ്ങനെ സൈഡ് അപ്പൊ ഇവള് പാല് കൊടുക്കാനായിട്ട് എണീച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണീച്ചിട്ടില്ലെങ്കിൽ കൂടി എണീച്ചിട്ടുണ്ടെങ്കിൽ നോക്കും, എണീക്ക്, അത് സുഖാവൾക്ക്. അല്ല, അത്രയും കാലം നമ്മള് അമ്മമാർക്ക് അറിയാലോ, കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്ന ഒരാള് ഒരു ദിവസം പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉറക്കം നഷ്ടപ്പെടാം കംപ്ലീറ്റ്ലി, അല്ലേ ചേച്ചി? അപ്പൊ നമ്മൾ അടുത്ത ഒരാള് വളരെ സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോ സഹിക്കാൻ പറ്റില്ല. സത്യ, പക്ഷെ ഇവ നല്ലോണം ഉറങ്ങും. ഇവള് ആ സമയം കഴിഞ്ഞ് മോനെ വീണ്ടും ഒരു 11 മണിയാകുമ്പോൾ പിന്നെ ഉറക്കും. ആ സമയത്ത് വീണ്ടും കിടന്നുറങ്ങുന്നു.
ആള് അല്ല, ആ കാര്യത്തിൽ ഞാൻ ഒരിക്കലും കൊച്ചിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. അതിപ്പോ കറക്റ്റ് ടൈം ടേബിൾ ആയിട്ട് ഇന്ന സമയത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. അതൊക്കെ ഞാൻ കൊച്ചു ഉറങ്ങുമ്പോഴേ അമ്മയ്ക്ക് ഉറങ്ങാനൊക്കത്തുള്ളൂ. അതിൽ ഞാൻ പൂർണ്ണമായിട്ടും കൊച്ചിന്റെ കൂടെ തന്നെ നിൽക്കും. പക്ഷെ ആള് വിശ്വസിക്കുന്ന ആൾക്ക് ഇതുവരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കൊച്ചിനൊരു 3 വയസ്സ് വരെ പോണം, എന്നാലൊക്കെ നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റും. പക്ഷെ മെറി ഭയങ്കര ലക്കിയാ. മെറിയുടെ അമ്മ നല്ലോണം മോനെ നോക്കും, എന്റെ അമ്മ രാവിലെ മോനെ എടുത്തിട്ട് പോകും. അപ്പൊ കറക്റ്റായിട്ട് ഉറങ്ങൊക്കെ, പക്ഷെ വിശ്വസിക്കാൻ റെഡിയല്ല ഉറങ്ങുന്നുണ്ട് എന്നുള്ളത്. അതാ പ്രശ്നം. അതല്ല ചേച്ചി, ഇപ്പൊ എന്റെ അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരാള് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മള് കാറിൽ എപ്പോഴും ട്രാവൽ ചെയ്യും. ഇന്നലെ കൂടെ ഓ ഞാൻ എടുക്കാം. ഞാൻ പറയാൻ മറന്നു, ഞാൻ കഴിച്ചു തീരാതായി. ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ വാചകം തിരിച്ചെടുക്കണം. ഞാൻ കഴിക്കാൻ വിടുന്നില്ല. അത് കഴിക്കാൻ വിടുവോ? എന്താ പറയുമല്ലോ, കഴിക്കാൻ സമ്മതിക്കണം. അല്ല, നിങ്ങളുടെ ഭാഷ കഴിക്കാൻ വിടണം. വിട്ടേ. ഞാൻ വിടാണ്ട് തന്നെ കഴിച്ചത് അറിഞ്ഞില്ല. കണ്ട, അപ്പൊ പിൻവലിച്ചേ. എല്ലാരും പറയുന്നുണ്ട് ഞാൻ കഴിക്കാൻ വിടുന്നില്ല എന്ന്. പക്ഷെ കഴിക്കാൻ ഇപ്പൊ വിട്ടു, അറിയാണ്ട് നിങ്ങൾ കഴിക്കുകയും ചെയ്തു. അപ്പൊ ഇനി എല്ലാരും പ്രേക്ഷകർ ഉൾപ്പെടെ അത് പിൻവലിക്കണം. ഓക്കെ, നിങ്ങൾ ശരിക്കും ഈ പറഞ്ഞ അടി ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഈ റീൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം ഓക്കെ, ഞങ്ങൾ ഇതെല്ലാം സമ്മതിച്ചു. ഇനി മോക്ക് ഇദ്ദേഹത്തിൽ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം, ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞു. ചേച്ചി പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ പോണം. അല്ല, എനിക്കെല്ലാം ഇഷ്ടം. പിന്നെ എന്തൊരു ആർട്ടിഫിഷ്യൽ. അപ്പൊ എനിക്ക് സഹിക്കുന്നില്ല, ഇത്രയും നേരം തലുണ്ടാക്കിയിട്ട് പെട്ടെന്ന് എനിക്കെല്ലാം. അതാണ് പോളിഷ്ഡ് വർത്താനം. എനിക്കെല്ലാം ഇഷ്ടം. അത് പോളിഷ്ഡ് സമ്മതിച്ചു. അല്ല ചേച്ചി, മിത്തുവേട്ടന് കൊറേ നെഗറ്റീവ് ഉണ്ട് കേട്ടോ. എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങള് സങ്കടാവും. കാരണം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഡോറ് തുറന്നു തരാൻ എപ്പോഴും പറയും. ഇപ്പൊ ഡോറ് തുറന്നില്ല എനിക്ക് സങ്കടാവും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ കിടക്കുമ്പോ ഞാൻ സൈഡിലാണ് കിടക്കാം. ബാത്റൂമിലൊക്കെ പോകുമ്പോ എനിക്ക് ഞാൻ പറയട്ടെ, എന്നാലേ മനസ്സിലാവും തോന്നുവാടേ. ഇപ്പൊ നമ്മൾ ഇറങ്ങുമ്പോ കാലൊക്കെ ഒന്നിങ്ങനെ അവള് പോയിക്കോട്ടെ എന്നിട്ട് വീഴാതിരിക്കാൻ നമ്മളൊരു കെയർ കൊടുക്കുമല്ലോ. അതൊന്നുമില്ല മിത്തുവേട്ടന്. അതാണ് എനിക്ക് സങ്കടം. വേറെ എല്ലാത്തിലും നല്ല. ഇവിടെ ശരിക്കും ഇങ്ങനെ കേട്ടോ, ഇത് പറഞ്ഞില്ല. എനിക്കിപ്പോ പേടിയാ. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മറ്റേ സിനിമയിലൊക്കെ കാണില്ലേ ഈ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ, അതേപോലെ കാറിൽ ഓടി ഇറങ്ങി ഒരു എന്തെങ്കിലും ഇവിടെ ബാഗൊക്കെ ഉണ്ട്, അതൊക്കെ പിടിച്ചു പോയി. ഞാൻ ഇവളോട് പറയില്ലേ തുറന്നു ഇനി പറയരുത്. ഞാൻ ലിറ്ററലി ഞാൻ പറയും, മെറി ഞാൻ ഓപ്പൺ ചെയ്തതിനെ. അത് കഴിഞ്ഞിട്ട് വലിയ അമ്മായിമാരൊക്കെ ആയിരുന്നു അല്ലെ, ഡോറിന്റെ അടുത്ത് എത്താകാരൊക്കെ ഞാൻ അയ്യോ വരുന്നുണ്ട് സാധനം തുറന്നാലോ. മെറി ഞാൻ തുറന്നിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ടൈമും പറയും. കാരണം എന്താ അറിയോ, അല്ലെങ്കിൽ ഇതിന്റെ മുഖം ഓന്തിനെ പോലെ ആക്കി വെക്കും, കളറ് മാറും ചോപ്പന്നിട്ടും. ഒരു നോട്ടുണ്ട് കണ്ണു മുഴിച്ചിട്ട്. എനിക്ക് എന്റെ അനിയനും കൂടെ വേണമായിരുന്നു സപ്പോർട്ടിന്. കാരണം അവനറിയാം, അവനാ അപ്പൊ ഡ്രൈവ് ചെയ്യാം. മിത്തോട്ട് ഡ്രൈവ് ചെയ്യില്ല, കുഴി മടിയനാ, ഒന്നും ചെയ്യില്ല. ഇതിപ്പോ കലഹം ഉണ്ടാവല്ലോ. പോരട്ടെ നേരത്തെ ഭയങ്കര പോളിഷ് ഭയങ്കര നല്ലതാണ് പോരട്ടെ. ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. അല്ല, അപ്പൊ അവൻ എപ്പോഴും മിലിയോനെ ഞാൻ മടിയിൽ വെച്ചിട്ടിരിക്കും. അവൻ എപ്പോഴും എന്നെ വേണം. ഡോറ് തുറന്ന് ഇറങ്ങാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര പേടിയാ. മിലിയോന്റെ മടിയിൽ വെച്ചിരിക്കും, കുറച്ചൊരു നോട്ടമുണ്ട് ബാക്കിലേക്ക്, ഒന്നും അറിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, അയ്യോ ഇതിന് കേറുന്നുണ്ട്. വാ മിലിയോ വാ, പപ്പന്റെ മിലിയല്ലേ വാ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കും. എന്നാലോ പിന്നെയും കുറ്റം പറയും. എപ്പോഴാ കുറ്റം ഇല്ലാത്ത? എപ്പോഴും ഭാര്യമാർ അങ്ങനെയല്ലേ ചേച്ചി? ഒരു ഭാര്യയായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? ഇത്രയും കുറ്റമായി ഇതിനകത്ത് ഏതെങ്കിലും ഒരു പ്ലസ് ഉണ്ടോ? എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരുന്നോളൂ. അതാണ് ഏറ്റവും നല്ല പ്ലസ്. എതിരില്ല. പേടിച്ചിട്ടോ. പിന്നെ ചില ഇവരുടെ അവസാനത്തെ ഒരു അടവുണ്ട്. അതിന്റെ റീസെന്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് റിലേറ്റ് ചെയ്തിട്ട്. എല്ലാം സഹിക്കും. അവസാനം ഒരു കരച്ചിലുണ്ട് ചേച്ചി. ഇതിപ്പോ ചിരിക്കുന്ന ഈ ഒച്ചയില്ലേ, അതിലും മോശമായി കരയുന്നത്. ഭയങ്കര ഒച്ചത്ത് കരയും. അപ്പൊ അമ്മയൊക്കെ വിചാരിക്കും ഞാൻ അടിക്കോ പിടിക്കോ ചെയ്തു. അമ്മ മിത്തോനെ അടിക്കൊക്കെ ചെയ്യും. ഞാൻ കരഞ്ഞു. അമ്മ വന്നിട്ട് എന്നെ അടിക്കും.
തലൊക്കെ തരും. എന്നിട്ട് ഞാൻ പറയും അയ്യോ കരയല്ലേ. കൊച്ചു പിള്ളേർ അലറി വിളിച്ച് കരയുന്ന മരിയാ. എന്നാലേ കേക്കുള്ളൂ. ആ കരച്ചിലൊന്നും കരയാൻ ആ ഇവള് ഛർദിക്കുന്നതും കരയുന്നതും ഒരേപോലെയാണ്. ഭയങ്കര സൗണ്ടില്ല. രണ്ട് കാര്യം എനിക്ക് പേടിയാ. ഇവള് ഛർദിക്കുന്നത് എനിക്ക് പേടിയാ, കരയുന്നതും പേടിയാ. കഴുതൊക്കെ വയറിളക്കം പിടിച്ച പോലെയാ. ഇത്രയും സുന്ദരമായി വന്നിട്ട് നിങ്ങൾ നീ വെച്ച് തകർത്ത് കളയരുത്. ഇല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറഞ്ഞു നല്ല കാര്യം പറഞ്ഞു. ഒരു നല്ലത് പറയൂ, കേട്ടോണ്ടിരിക്കും. ശരി ഇനി പിന്നെ ഭയങ്കര പേഷ്യൻസ് അതന്നെ കേട്ടോണ്ടിരിക്കും. ക്ഷമ ഭയങ്കര. ഇത് ഞാൻ കേട്ട് ഇതെല്ലാവർക്കും ഉള്ള എല്ലാ ഭർത്താക്കന്മാരും നിന്നെ പോലെ ഭാര്യന്റെ പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. അത് കോമൺ ക്വാളിറ്റിയാ. നല്ലൊരു ക്വാളിറ്റി പറ. നല്ലൊരു ക്വാളിറ്റി എന്നാ ചേച്ചി പറയണം. ഹാർഡ് വർക്കാണ്, ഡെഡിക്കേറ്റഡ് ആണ്, ഫാമിലി മാൻ ആണ്, വേറൊരു പെണ്ണിനെ നോക്കില്ല, അങ്ങനത്തെ എന്തെങ്കിലും നല്ല നല്ലൊക്കെ പറ. അല്ല നല്ല മാൻ എന്തൊക്കെ നല്ല കാര്യം പറയണി. ഓക്കെ ഞാൻ പറയാം. എന്ത് ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചു. ഒന്ന് പറയാൻ ആദ്യമേ പറഞ്ഞു ഇനി എന്തുണ്ടാക്കാൻ. പക്ഷെ നിങ്ങള് സത്യം ചേച്ചി നീ കൊച്ചിന് പറയാനൊന്നും ഇല്ല. അമ്മ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർ അമ്മ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ വന്നിരുന്നു. അപ്പം ഞാനല്ലേ കുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും മിത്തോടെ കഴിക്കും. എന്താണ് ഉണ്ടാക്കി കൊടുത്തത്? ഉണ്ടാക്കി കൊടുത്തത് ചോറ് പരിപ്പേറി ഉപ്പുമാവ്. എന്റെ ചേച്ചി ഒരു ദിവസം ഒരു പൊതിയില ചോറ് ഉണ്ടാക്കി തന്നു. ആ വീട് ഭയങ്കര വൈറലായിരുന്നു. മിത്തോട്ടിന് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടം. ലെമൺ റൈസ് മനുഷ്യന്മാരെ കൊല്ലുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഇതങ്ങ് പുതിന ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ചേച്ചി. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നിനും ടേസ്റ്റ് കാണത്തില്ല. ആ പൊതിന ചോറ് ചേച്ചി ഒന്ന് കഴിക്കണം. ചിലപ്പോ കിച്ചൺ നിർത്തി കളി ചേച്ചി. അത്രക്കായിരുന്നു ഇത്. ഇവിടെ എനിക്ക് ചോറ് തന്നിട്ട് അമ്മേനെ വിളിച്ചു വരാം. അമ്മ ചോദിച്ചു മോളെ എന്താ മീനെല്ലാം കിട്ടീനാ? ഇല്ല അമ്മേ ഇന്ന് മിത്തോണ്ട് സ്പെഷ്യലാണ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഇങ്ങനെ കുഴക്കുക തിന്നിട്ടില്ല. മിത്തോണ്ട് അടിപൊളി സ്പെഷ്യൽ. മിത്തോണ്ട് പിന്നെ ഇലക്കറികൾ ഇലയല്ലേ പച്ചക്കറികളൊക്കെ അല്ലേ ഇഷ്ടം. അതുകൊണ്ട് നല്ല സ്പെഷ്യലായിട്ട് പൊതിന ചോറ് അമ്മ ഉണ്ടാക്കി. ബാംഗ്ലൂരിലെല്ലാം ആൾക്കാർ ഉണ്ടാക്കുന്നതാ. നല്ല രസമുണ്ട് അമ്മ. ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. ഞാനിവിടെ കുഴച്ചോണ്ടിരിക്കാം. ഓ നല്ല മണമുണ്ട്. ഇത് വായിൽ വെച്ചതേ ഓർമ്മയുള്ളൂ. അയ്യോ ഇതിപ്പോ തുപ്പിക്കഴിഞ്ഞാലും ചീത്ത കിട്ടും, തിന്നിട്ടില്ലെങ്കിലും ചീത്ത കിട്ടും. ഞാൻ ഇത് എരിഞ്ഞിട്ട് നിവൃത്തിയില്ല. വായാണെങ്കിൽ നമ്മുടെ പൊതിനന്റെ ഫ്ലേവർ ഭയങ്കര കൂടിക്കഴിഞ്ഞാല് നമുക്ക് ഒരുമാതിരി ആവില്ലേ വായില്. അതിന്റെ ഒരു സ്ട്രോങ് സ്മെല്ലല്ലേ. എല്ലാം കൂടിയിട്ട് ഞാനിങ്ങനെ നോക്കി. ഇവളെന്റെ അമ്മനോട് പറയാം അടിപൊളിയാവും, മിത്തോണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, കുറച്ചും കൂടി കൊടുക്കട്ടെ. ഇവള് പിന്നെയും പ്ലേറ്റിൽ വാരിയിട്ടു. ഞാനെല്ലാം കൂടി അമ്മ ഉണ്ടായിരുന്നില്ലേ? അമ്മയുണ്ട്. അമ്മ സോഫയെ അപ്പുറത്ത് നിന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കുന്നത്. മോനെ നല്ല രസമുണ്ടല്ലോ. ഞാനിങ്ങനെ മനസ്സിലാച്ചു അമ്മായിയമ്മ അടയിക്കും അടുത്ത വരുന്നുണ്ട് വിളമ്പി തിരിഞ്ഞൊക്കെ. ആ വീഡിയോ നമ്മള് അതേപോലെ റീക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ആ സിറ്റുവേഷൻ വെച്ചിട്ട് അത് ഞാൻ ഇട്ട് പൊതിന ചോറുന്നുണ്ട്. ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അത് കഴിച്ചിട്ട് അമ്മായി നിങ്ങളിരിക്കും. അമ്മായിയമ്മ ഭയങ്കര സന്തോഷത്തിലിരിക്കാം. എന്റെ മോള് എനിക്ക് ഭക്ഷണം തന്നെ പൊതിന ചോറ് സ്പെഷ്യൽ. അമ്മ ഇങ്ങനെ അമ്മക്ക് കാണണായിരുന്നു. അമ്മ പക്ഷെ തിന്നുവല്ലേ? അമ്മ തിന്നിട്ടുണ്ടാക്കിയ ചോറ് ഞാനിപ്പോ കാണിച്ചു തരാം. നല്ല കരിഞ്ഞ് നല്ല കറുത്ത കളർ ഒരു ചോറ് ചേച്ചി. അത് ഞാൻ ആദ്യമായിട്ട് കുക്കറിൽ ഉണ്ടാക്കിയ ചോറായിരുന്നു. ഇഷ്ടപ്പെട്ടാ. ഇനി അങ്ങോട്ട് പറയൂ, ഇങ്ങോട്ട് കുറെ കേട്ടു ഞാന്. മിത്തോണ്ട് എനിക്ക് ഇതുവരെ ജീവിതത്തിൽ ഒരു സാധനം ഞാൻ പൊതിന ചോറങ്ങ് ഉണ്ടാക്കി കൊടുത്തു വെച്ചു. എനിക്ക് പച്ച വെള്ളം എടുത്തു തരണ്ട് ഗ്ലാസ്സിൽ എടുത്തു തന്നിട്ടുണ്ടോ മിത്തോട്ട? ഞാൻ പാസ്ത ഒക്കെ ഉണ്ടാക്കി തരത്തില്ല. എനിക്ക് പാസ്ത ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നേരാ. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല.
ആ നീളമുള്ള സാധനല്ലേ പെനെ പാസ്ത എന്ന് പറയും. ആ സാധനം പാസ്തയാണ് ഞാൻ ഉണ്ടാക്കി തന്നത്. ഓ അത് പാസ്ത ആയിരുന്നോ? ഇല്ല ചേച്ചി ദിവ്യോട് കള്ളം പറഞ്ഞു. ഞാനല്ല സത്യം പറഞ്ഞേട്ടാ. പാസ്ത മിത്തായിട്ട് ഉണ്ടാക്കിയിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഫ്രിഡ്ജിൽ വെച്ച് എന്തോ വെടക്കായി പോയിന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷേ ഭാഗ്യം. ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം നോക്ക് ചോറ് മൊത്തം കരിഞ്ഞു പോയി. ചോറ് അടുപ്പിൽ വെച്ചിട്ട് താഴെ പോയി, കടയിൽ പോയി പപ്സ് തിന്നു. തിരിച്ചു വന്നപ്പോ ചോറ് നല്ല കളർ, കറുത്ത ചോറായിരിക്കുന്നു. പക്ഷെ നല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു ഭയങ്കര നല്ലൊരു കെമിസ്ട്രി കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ അത് ശരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആനീസ് കിച്ചൺ വന്ന ആ നേരം തൊട്ട് ഈ സമയം വരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഇരുന്നിട്ട് ആ സമയം പോയത് അറിഞ്ഞേയില്ല. എന്താ രസം അറിയാം. നല്ല രസമുണ്ട് ചേച്ചി, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞേക്ക്. എന്ത് രസമല്ലേ, കാണാനൊരു രസമല്ലേ. ആരാ നമുക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്കറിയാം. പക്ഷെ നല്ല കേട്ടോ, വെരി ഗുഡ്. എനിവേ താങ്ക് യു വെരി മച്ച്. ഇനി ഒരു പ്രാവശ്യമോടെ വരാൻ പറ്റുവാണെങ്കിൽ വരണം കേട്ടോ. കാര്യം നമുക്ക് ഈ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഹെൽപ്ലെസ് ആണ്. പക്ഷെ നിങ്ങളെ വിടാനും എനിക്ക് ഇഷ്ടമല്ല. കാര്യം നല്ല രസമുണ്ട് നിങ്ങളായിട്ട് ഇരിക്കാനായിട്ട്. നമ്മൾ ഈ ഓരോ നിമിഷം പോയതും അറിഞ്ഞില്ല. എനിവേ താങ്ക് യു വെരി മച്ച്. ഇത്രയും കൊച്ചു സമയം ഞങ്ങൾക്ക് ഇത്രയും വലുതാക്കി തന്നതിൽ സോ ഹാപ്പി. ഇനി പറയട്ടെ, നല്ലൊരു ബെസ്റ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. നമുക്കൊരു നല്ലൊരു ഓഫർ വരട്ടെ ഫിലിമിന്. ഞങ്ങൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവും കൂടെ. കൊച്ചിനെ പ്രത്യേക അന്വേഷണം പറഞ്ഞാലും കൊച്ചിനെ അറിയത്തില്ല. പക്ഷെ എന്നാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ കൊച്ചിനെ കൊണ്ടുവരിക. അമ്മമാരോട് രണ്ടുപേരും അമ്മമാരോട് അന്വേഷണം പറഞ്ഞു കേട്ടോ. ആ ക്യാരക്ടർ രണ്ടുപേരും എൻ്റെ ഉള്ളിലും ഈ കേട്ട പ്രേക്ഷകരുടെ ഉള്ളിലും മൊത്തമായി. പക്ഷെ എനിക്ക് ഈ രണ്ട് കാര്യം ഞാൻ മിഥുന്റെ ഫേസ് എക്സ്പ്രഷൻ ഞാൻ മറക്കില്ല കേട്ടോ. എന്ത് പോത്തുംകാല് കഴിച്ചത്, കുതിരച്ചോറ് കഴിച്ചത്, ഫേസ് എക്സ്പ്രഷൻ ഞാൻ മറക്കുകയില്ല. എന്താ അന്നത്തെ വേദന ഇപ്പോഴും കണ്ണിങ്ങനെ മുഴിപ്പിച്ചിട്ടാ തറ കിടക്കുമ്പോ അത് മനസ്സിലായത്. ഞാൻ അത് തിരുത്തി കൊടുക്കും ചേച്ചി. ഒന്നും കൂടി പുതിന ചോറ് വിത്ത് പരിപ്പ് കറി. എന്തായാലും ഇത്രയും നല്ലൊരു ദമ്പതികൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാതെ വിടത്തില്ല. പിന്നെ കാര്യം ഇത്രയും നല്ല പോത്തും കാര്യം കുതിരച്ചോറും ഒക്കെ ഉണ്ടാക്കി തന്ന വ്യക്തിക്ക് കൊടുക്കണ്ടേ. നമ്മള് കുറെ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും അധികം നമ്മൾ എൻജോയ് ചെയ്ത് ഭക്ഷണം മാത്രമല്ല ഇത്രയും ഓപ്പൺ അപ്പ് ആയിട്ട് നമ്മളായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു ഷോ. അല്ല ഒരു സമാധാനം എനിക്ക് പറയാൻ പറ്റില്ല, സത്യം പറയാലോ. ഇവിടുന്ന് പോയി കഴിയുമ്പോ കണ്ണു മുഴിപ്പിക്കും. അതെന്റെ മെന്ററാന്ന് പറഞ്ഞല്ലോ, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മള്. അല്ല ശരിക്കും ഒരു സീരിയസ് ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ മെന്റർ ഒക്കെ പറഞ്ഞു അച്ഛനെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കി എടുത്തു എന്ന് പറഞ്ഞു. ശരിക്കും ഒരു നെഗറ്റീവ്, നമുക്ക് എത്ര എല്ലാവർക്കും ഉണ്ട് നെഗറ്റീവ്സ്, അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം? അതൊരു ഒരു ബേസ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. നെഗറ്റീവ് ഇപ്പൊ നമ്മൾ വിചാരിക്കില്ല, നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അയ്യോ നെഗറ്റീവ് ആണ്. നമ്മളെ ഈ ലോകത്തിൽ ഇഷ്ടം പോലെ നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ട്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അത്യാഗ്രഹം. അപ്പൊ നമുക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് വായിച്ചു നോക്കാൻ നമുക്ക് ഇഷ്ടമായില്ല, ഞാനത് കളയും. അതിന് നെഗറ്റീവിനെക്കാളും കൂടുതൽ നമുക്ക് പോസിറ്റീവ് വരുന്നുണ്ട്. അപ്പൊ അത് വായിച്ച് സന്തോഷിക്കുക. നെഗറ്റീവ് കാണുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ ഇഗ്നോർ ചെയ്യാറില്ല ചെയ്യുന്നത്, എടുക്കാറില്ല. അത് മൈൻഡിൽ വെക്കും. ഇത് ചിലപ്പോ മൈൻഡിലൊക്കെ വെക്കും. ഞാൻ എന്റെ ബൂസ്റ്റ് ചെയ്യണം. അതാണ് മൈൻഡിൽ മേളിൽ കയറ്റി ടെൻഷനാക്കി താഴെ കൊണ്ടുവന്നിട്ട് മൊത്തം സ്കോർ ചെയ്ത്. എന്തായാലും ഞാൻ എന്റെ ഗിഫ്റ്റ് എടുത്തിട്ട് വരാം. ഓക്കെ. ഇത് ഈസി ഉണ്ടാക്കാൻ. ചേച്ചി ഒന്ന് വെച്ചേ. എന്താ ഉദ്ദേശം എനിക്കറിയാം. ഞാൻ പോകുന്ന സമയം നോക്കി നിങ്ങൾ എന്താ പറയുന്ന. അല്ല ഇത് അടിപൊളിയായിട്ടാണ് മേരി ഇതൊന്നും ഉണ്ടാക്കണമെന്നാണ്. അല്ല ഇനി പൊതിന ചോറ് കഴിക്കണ്ടല്ലോ, ഇതെങ്കിലും ഉണ്ടാക്കട്ടെ. ചേച്ചി റെസിപ്പി പറഞ്ഞു കൊടുത്താൽ. പിന്നെന്ത്, ഞാൻ എഴുതി തന്നു വിടാവേ മോളെ, വേറെ ഒന്നും ചേർക്കരുത്. വേണ്ട, ഞാൻ എന്ത് ചേർത്തോ അത് അളവനുസരിച്ച് മാത്രം ചേർക്കാവൂ. ഓക്കെ, ഇത് ഞങ്ങളുടെ വക, ഞങ്ങളുടെ ആനീസ് കിച്ചന്റെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഫോർ ദ ബ്ലെസ്ഡ് കപ്പിൾസ്. താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. ഓക്കെ, അപ്പൊ ഇനി
ഇതേപോലെ അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ വരിക. ഇനി വിളിക്കണം ചേച്ചി. തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കും. ജീവനോടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയരുത്. തിരിച്ചു പോയിട്ട് തിരിച്ചു കൊടുക്കാൻ കണ്ണു മുഴിപ്പിക്കുക, അത് പഠിച്ചോട്ടോ ഞാൻ ആ വാക്ക്. പക്ഷെ എന്തായാലും താങ്ക് യു വെരി മച്ച്. ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ നല്ലതായിട്ട് എന്താ പറയാ, ഞാനും എൻ്റെ പ്രേക്ഷകരും ഒരുപാട് സന്തോഷിച്ചു. താങ്ക് യു വെരി മച്ച്. ഇതേപോലെ നല്ല മൊമെന്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Ali's Kitchen. Let's cook with love.